വഴറ്റാതെയും മൂപ്പിക്കാതെയും നല്ല നാളികേരപ്പാൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല പുളിയുള്ള ഒരു നാടൻ അയിലക്കറിയുടെ റെസിപ്പി ആട്ടാ ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിന്റെ മുന്നേ ഒരു അയില വറുത്തേണ്ട റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ അയിലക്കറി ആട്ടത്. 4 ഇടത്തര അയിലാണ് കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് നാളികേരത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വയ്ക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2-3 ചുവന്നുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ച വെളിച്ചെണ്ണി, കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചട്ടിയിലേക്ക് മാറ്റാട്ടാ. ഇനി നാളികേരപ്പാൽ ഒഴിക്കാട്ടാ. ഒരു 1/4 കപ്പിന്റെ അടുത്ത് വരുന്ന നല്ല കട്ടി 1-ാം പാലും 1 കപ്പോളം വരുന്ന 2-ാം പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ച് തിരുമ്മി എടുക്കണം. പുളിക്കിട്ട് പച്ചമാങ്ങ ഇടാന്ന് വിചാരിച്ചു, പക്ഷെ പച്ചമാങ്ങ മൂത്ത് പോയത് കൊണ്ട് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കുടമുളകും കൂടി ചേർത്തിട്ടാട്ടാ പുളി ഒന്ന് ബാലൻസ് ചെയ്തത്. നല്ലപോലെ തിള വന്നതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും നമ്മൾ കഴുകി വൃത്തിക്കിച്ചുള്ള അയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ പാകത്തിന് വറ്റിച്ചെടുക്കും. കറി വെന്ത് കുറി വന്നു കഴിഞ്ഞാൽ കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ മുപ്പിച്ച് താളിച്ചൊഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യത്തിന് പുളി മെരുവക്കളി മീൻകറി ഇഷ്ടപ്പെട്ടവരെങ്കിൽ ട്രൈ ചെയ്യണം.